ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവര് അത് സേവ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഇപ്പം എല്ലാരെയും മുന്നിലെത്തുന്നത്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞാനിത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ പരാതി എഴുതിക്കോ. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. നോർമലി ഉള്ള മെസ്സേജസും കാര്യങ്ങളായിരുന്നു. അപ്പൊ പെട്ടെന്ന് വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഓണായപ്പോ സ്ഥിരാണല്ലേ കാതൽ മന്നൻ മൊത്തത്തിൽ ഇവിടെ കൊളവാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്റെ കൈ തട്ടിയിട്ടാണ് വാനിഷ് മോഡ് ഓൺ ആയതെന്നുള്ളത്. അപ്പൊ ഞാനത് നമ്മളൊന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും. ആൾ എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. പിന്നെയും ആള് വാനിഷ് മോഡ് എന്തോ ഓൺ ചെയ്തതാണ്. പിന്നെ നിന്റെ കാഞ്ഞിരപ്പള്ളി വിളച്ചിലൊന്നും അവിടെ വർക്കൗട്ട് ആവൂല മോനെ കഞ്ഞി കുഞ്ഞേ. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇങ്ങോട്ടേക്കും ഒരു രീതിയിലുള്ള മെസ്സേജസോ കാര്യങ്ങളോ വന്നിട്ടുമില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഈ ഒരു ഇഷ്യൂവിന്റെ വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പെൺകുട്ടി ആളുകളോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അതായത് ആള് ഏത് ടോണിലാണോ സംസാരിക്കുന്നത് അതേ ടോണിൽ തന്നെ കാര്യങ്ങളൊക്കെ ഈ കുട്ടിയും പറയുന്നുണ്ട്. എന്റെ ചോറിനവൻ പാല വെച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ല വെള്ള പേപ്പർ ഒപ്പിട്ടെന്ന്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. നമുക്കൊരാൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറച്ച് ചാറ്റ് കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത്. എനിക്കറിയില്ല. അയ്യാ, ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞു. രണ്ടാൾക്കാരും ഇവിടെ തെറ്റുകാരാണ്. ഒരാളെ മാത്രം തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ സംഗതി ഉൾട്ടായല്ലോ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ